എന്റെ നാട്ടിലൊരു ഉസ്താദ് കാസർകോട്ട് ഒരു പള്ളി പോയി. പള്ളിയിൽ പണിക്കൊക്കെ ചേർന്ന് ഒരാഴ്ച ഒരു മാസം കഴിഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു എനിക്ക് നോക്കൂല, ഞാൻ പോവാറുണ്ട്. ശമ്പളല്ല. അപ്പൊ പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞു നിങ്ങൾ പോയല്ലേ, ഇവിടെ മരിപ്പ് ഉണ്ടായ നല്ല പൈസയാണ് പറഞ്ഞു, മരണമൊക്കെ ഉണ്ടായി. അപ്പൊ ഉസ്താദ് പറഞ്ഞ മറുപടി എന്താ അറിയോ, എനിക്ക് ശമ്പളം വേണ്ട, ആഴ്ച 2 മരിപ്പ് എന്നീ. മനസ്സിലായി നിങ്ങൾക്ക്? അതേ സ്ഥിതി. ആ മദ്രസാധ്യാപകർക്ക് ചരിത്രത്തിൽ ആദ്യമായി ക്ഷേമനിധി കൊടുത്തേ ഞങ്ങൾ. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പിന്നെ വരാം. അങ്ങനെ മദ്രസയിൽ പഠിച്ചിരുന്ന അറബി പഠിച്ച മുസ്ലിംമാരൊക്കെ ഭാഷാധ്യാപകരായി. അന്ന് പാച്ചുവും ഗോപാലിനൊക്കെ ഓർമ്മ ഉണ്ടാവും, കൃഷ്ണൻകുട്ടിയൊക്കെ ഓർമ്മല്ലേ? പാച്ചുവും ഗോപാലിനും കാർട്ടൂൺ എഴുതുന്ന തന്ത്രി PK തന്ത്രി തൂലിക നാമം പേരെന്തോന്ന്, അയാളെ പുറത്താക്കി. ജുംബ ഡാൻസിന് ഇപ്പൊ ഇയാളെ സസ്പെൻഡ് ചെയ്തപ്പോ എല്ലാവരും വലിയ വർത്തമാനം പറഞ്ഞില്ലേ? സർക്കാർ ജോലിന്റെ അയാളെ CH പുറത്താക്കി. എന്താ കാരണം? ഒരു കാർട്ടൂൺ CHന്റെ ചിത്രം. അടുത്ത ചോദ്യം എന്താ? കുട നന്നാക്കാൻ ആളുണ്ടോ? കാരണം മുമ്പ് മൂല്യമാര് കുട നന്നാക്കലേ ഇനി പണി. മദ്രസ വിട്ട് കഴിഞ്ഞാൽ ഞാനൊരു അപമാനിക്കല്ല, ജീവിതത്തിന്റെ അക്കരയും കൂട്ടണ്ടേ. അവരൊക്കെ മദ്രസാധ്യാപകരായി. മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ്. പൊതുവെ മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിൽ വരാൻ മടിയാ, സ്കോളർഷിപ്പ് കിട്ടിയാ വരട്ടെ, അതാണ് ഉദ്ദേശം. അപ്പൊ ലീഗ് പറഞ്ഞു ഞങ്ങളുണ്ട് ഇനി 67 ഉറപ്പല്ലേ? 1 വട്ടം 2 വട്ടം 3 വട്ടം 67 ഗവൺമെന്റ് നിങ്ങളുണ്ട് കേട്ടോ, നീ മാറരുതിട്ടോ. 67 ഗവൺമെന്റ് ആണ് കേരളത്തിൽ കള്ളിശാപ്പ് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അതിലും ലീഗ് ഉണ്ട് ഇനി, നിങ്ങൾ സമ്മതിച്ചാൽ മതി. ഒരു വാപ്പക്ക് 2 കുട്ടികളുണ്ടായാല് 3 ഉണ്ടായാലും 2 ഉണ്ടാവുന്ന പുറമ്പോക്കാൻ അറിയാൻ പറ്റൂലല്ലോ, ഇല്ലേ? അതിലും കണ്ട് ഇനി ഒന്നുകൂടി കേട്ടോ. 1957 EMS ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത് ലീഗ് അടക്കം കോൺഗ്രസ് അടക്കമുള്ളവര് എന്താ വിളിച്ച മുദ്രാവാക്യം? തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും,